നമസ്തേ ചേച്ചി, ഞാൻ 2 ഡോസ് തരാനിരിക്കുവായിരുന്നേ. എന്നെ ഇന്ന് വന്ന് ഈ ഫിഷ് റോസ്റ്റ് ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേച്ച് എല്ലാം തീർന്ന് ഞാൻ പ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ പൊന്ന് ചേച്ചി ഇങ്ങെത്തി. മിടിക്ക് ഇപ്പോഴല്ലേ വരേണ്ടത്, കാരണം ഭക്ഷണം കഴിക്കാനുള്ള സമയമായപ്പോ വന്നു. ആ മിടിക്ക് കേട്ടോ, എന്നാ എന്നെ ഒരൊന്ന് സഹായിച്ചു തരാനായിട്ട് ഓടി വരാന്നൊക്കെ വലിയ വാക്ക് പറഞ്ഞതാന്നേ. എന്നാ പറയാനാ, സമയമായി പോയി. എന്തായാലും ചേച്ചി എന്റെ എന്നാ പറയാ കുഞ്ഞടുക്കളയിലേക്ക് വന്നല്ലോ, എനിക്ക് സന്തോഷായി. ഞാനെല്ലാം കാണാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആലോചിക്കും ഇതെല്ലാം എപ്പോ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ പഠിച്ചു? എന്നാന്നറിയോ ചേച്ചി, ഏട്ടന് ചേച്ചിക്കൊക്കെ അറിയാലോ, ഏട്ടന് ഭയങ്കര ഭക്ഷണപ്രിയനാ. അത് ഈ പറഞ്ഞ പോലെ ഒരു കോംപ്രമൈസ് നോക്കുകയല്ല. അന്നേരം തട്ടിപ്പ് വിദ്യ നോക്കുകയല്ലേ ചേച്ചി, ഞാൻ പഠിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് പരീക്ഷിച്ച് അതൊക്കെ ഏട്ടന് നേരെയാ പരീക്ഷിച്ചേ. ശരിയാ, അങ്ങനെയൊക്കെ പരീക്ഷിച്ച് കണ്ടുപിടിച്ച സാധനങ്ങളാ ഇതൊക്കെ. എല്ലാം കൊള്ളാം. ഏതായാലും നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത നാട്ടുകാരാ, കോട്ടയം കരുവറ്റായി. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് സംസാരിച്ചാൽ പറയും ഒക്കത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ പറയില്ലേ. അത് ശരിക്കും അത് കേൾക്കാൻ തന്നെ ഒരു രസമല്ലേ? പിന്നെ തീർച്ചയായും. പിന്നെ അല്ല, ഞാൻ താമസിക്കുന്ന കരുവറ്റാല് ഒരുപാട് ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്. ശരി, അപ്പൊ ചേച്ചി എന്നാ വെറൈറ്റി ഓഫ് മീനൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലെ? മീൻ കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കാൻ അറിയാൻ വയ്യ. കഴിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് രാമായണം വായിച്ചിട്ട് സീത ഏതാണ്ട് ചോദിച്ച പോലെയാ എന്റെ. കല്യാണം കഴിച്ച ഒരു നമ്പൂരി വീട്ടിലല്ലേ, അവിടെ ഈ മീന് വല്ലതും പറ്റുമോ? പറ്റില്ല. അവർക്കെല്ലാം ഈ മെഴുക്കുരട്ടി മാത്രം മതി. എന്തൊരു ഈസി ആയിരുന്നു എനിക്കെന്നറിയാവോ. ഒരു മുളക് മാത്രം ഇട്ട് എല്ലാം മെഴുക്കുരട്ടി. അന്നേരം ചേച്ചി ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നേച്ച് ചേട്ടന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒക്കുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, വയറ്റിലൊക്കെ ഗ്യാസ് കൊടുക്കാം. പുള്ളി തന്നെ വിചാരിച്ചു എല്ലാ ഞായറാഴ്ചയും തൃശ്ശൂർ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി തീറ്റിക്കും ഞങ്ങളെ. പക്ഷെ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ചേട്ടൻ നല്ല നമ്പർ 1 ആയുർവേദിക് ഡോക്ടർ ആയിരുന്നു. അതുകൊണ്ട് എന്നാ പറയുന്നത്, ചേച്ചിക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാനുള്ള ടിപ്സ് ഒക്കെ കാണുമായിരിക്കും അല്ലേ ചേച്ചി? പിന്നെ തീർച്ചയായും. അന്നേരം ഞങ്ങൾക്ക് എന്നാ പറയാ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ ഞങ്ങളിപ്പോ ഒത്തിരി നോക്കുന്ന കാര്യം കൂടിയാ. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കുടുംബവിശേഷം പറയണം. ചേച്ചിയോട് എന്നൊക്കെ ചോദിക്കാനുണ്ടെന്നറിയോ, ഡോക്ടർ വൈസ് ഹെൽത്ത് വൈസ് ചോദിക്കാനുണ്ട്, കുടുംബവിശേഷം ചോദിക്കാനുണ്ട്, പഴയ സിനിമയെ കുറിച്ച് ചോദിക്കാനുണ്ട്, പിന്നെ പുതിയ സീരിയൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്നാ ഒക്കത്തില്ല ചേച്ചി, നമുക്ക് അവിടെ പോയിരിക്കാം. ഞാൻ ചോദിച്ചോളാന്നേ. ചേച്ചി പോരെ. ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യട്ടെ. എല്ലാരും സിനിമയിൽ വരുന്നത് ഡാൻസില് പാട്ടില് എല്ലാം കൂടിയാ. പക്ഷെ എന്റെ കേട്ടറിവ് ചേച്ചി അങ്ങനെ അല്ല വന്നേ. ചേച്ചി ഭയങ്കര ഒരു സ്പോർട്സ് താരമായിരുന്നു എന്നൊക്കെ അറിഞ്ഞേ. ആന്നോ ചേച്ചി, ഒന്ന് പറയാവോ? സ്പോർട്സ് താരമായിരുന്നു. പിന്നെ പാട്ടിലും അതുപോലെ 2 പ്രാവശ്യം ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ലോങ് ജമ്പിന് നമുക്കൊരു പാട്ടേരിയ കിട്ടിയ കേട്ടോ, ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് വന്നത്. എങ്ങനെ ചേച്ചി സിനിമയിൽ വന്നത് എങ്ങനെയാന്ന് വെച്ചാല് സ്പോർട്സും സിനിമയും. അതെ, ആ ചേച്ചി എങ്ങനെ അതിനകത്ത് സിനിമ? ആദ്യം ഞാൻ 2 വർഷം നാടകത്തിൽ വന്നു KPSC-യിൽ. ലളിത ചേച്ചിയായിരുന്നു എന്നെ കൊണ്ടുനടന്നൊക്കെ. അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ 9th നിന്ന് 10th ആയിട്ടേ ഉള്ളൂ. അപ്പം അവിടെ പാടുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. അഭിനയം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം അവിടെ തോപ്പിൽ പാസിയേട്ടനെ ഒരു കുട്ടിയുടെ വേഷം അഭിനയിപ്പിച്ചു. അപ്പോൾ പാട്ടുമുണ്ട്. പാട്ടും അങ്ങനെയാണ് വന്നത്. 2 വർഷം അഭിനയിച്ചുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരി സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളാണ് കുമാരി തങ്കം പഴയ. അങ്ങനെ അവരാണ് വിളിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അതും താല്പര്യമില്ലായിരുന്നു അഭിനയത്തിനോട്. അപ്പോൾ അമ്മയൊക്കെ നിർബന്ധിച്ച് അങ്ങനെ അഭിനയിക്കാൻ മദ്രാസിൽ വന്നു. അമ്മയൊക്കെ ഇഷ്ടമായിരുന്നു ചേച്ചിക്ക് അഭിനയിക്കുന്നതൊക്കെ? അതെ, ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നപ്പം അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സങ്കടം. ഏതായാലും അഭിനയിക്കാൻ വന്നില്ലേ, പ്രേം നസീറോ ഒക്കെ ആയിരിക്കും കൂടെ അഭിനയിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പച്ചി പറഞ്ഞു, ഇത് വിരുദൻ ശംഖു എന്നൊരു കോമഡി സിനിമയാണ്, ഇതിൽ അഭിനയിക്കുന്ന നായകൻ അടൂർ ഭാസിയാണ്. ഞെട്ടിപ്പോയി. അടൂർ ഭാസിയുടെ കൂടെ ഞാനോ? അതെ, ഞാൻ വിചാരിച്ചു അടൂർ ഭാസിയെന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമില്ലേ, എനിക്ക് 15 വയസ്സല്ലേ ഉള്ളൂ. ഒരു 10-40 വയസ്സെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. പിന്നെ തമാശ പടമാണ്. അയ്യോ, തമാശ വരുമോ എങ്ങനെ പറയും, ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറയാം ആദ്യത്തെ സിനിമ ഞാൻ അഭിനയിച്ചില്ല. ഇല്ല, പോകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തമാശ. അപ്പോൾ എന്നോട് അപ്പച്ചി പറഞ്ഞു, നമ്മൾ എഴുതി വെക്കുന്ന ഡയലോഗൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് പറയണം.
അപ്പോൾ അതോടുകൂടി എൻ്റെ ഗ്യാസ് ഔട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ഞാൻ അഭിനയിക്കുന്നില്ല, എനിക്ക് അത് ശരിയാവത്തില്ല, പറ്റത്തില്ല. അപ്പം അങ്ങനെ വേണ്ടാന്ന് വെച്ചു. അടുത്തൊരു സിനിമയിൽ ഞാൻ സത്യൻ സാറിൻ്റെ മകളായിട്ട് അഭിനയിച്ചു. കുഴപ്പമില്ലായിരുന്നു. വേണ്ട, നമുക്ക് മദ്രാസിനോട് ഇവിടെ പറഞ്ഞു കളയാം, വേണ്ട, നാട്ടിലോട്ട് പോവാം, സിനിമയെ വേണ്ട, ശരിയാവത്തില്ല. അങ്ങനെ വീണ്ടും ഈ ബാസ്ചേട്ടൻ്റെ കൂടെ തന്നെ അഭിനയിക്കാൻ എം കൃഷ്ണൻ നായർ സാർ ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൽ വീണ്ടും വന്നപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തു. ഇതൊരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊയ്ക്കോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ, ഈ കോമഡി അഭിനയിക്കാനുള്ള സ്ത്രീകൾ കുറവാണ്, അതും ചെറുപ്പക്കാർ കുറവാണ്. അപ്പോൾ അതിൽ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇത് കഴിഞ്ഞങ്ങ് പോകാമല്ലോ. അപ്പോൾ അതിൽ അഭിനയിച്ചു. എൻ്റെ ഈശ്വര, ആദ്യം തന്നെ ഒരു മ്യൂസിയത്തിൽ കൊണ്ട് നിർത്തി ഒരു പാട്ടെടുക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ആനയുണ്ട് അവിടെ. അപ്പോൾ ഈ ബാസ്ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തരിക, ഈ ആനയുടെ അടിയിൽ കൂടെ നടന്നിട്ടേ ജന്മം ചെയ്താൽ ഞാൻ ചെയ്യില്ല. അങ്ങനെ എന്നെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. അത് പിന്നെ നസീർ സാർ ഉണ്ടായിരുന്നു, ആ ഷോട്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയൊക്കെ പാട്ട് തീർത്തു. ആ സിനിമ എങ്ങനെയോ അഭിനയിച്ച് തീർത്തു. എന്നും വഴക്ക. ഞാൻ പറയുന്നതിന് നിങ്ങൾ കൗണ്ടർ പറയുന്നില്ല. അയ്യോ എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഒടുക്കം പിന്നെ അങ്ങനെ അഭിനയിച്ചിരുന്നപ്പം കുറേ സിനിമകൾ വന്നു. അതെല്ലാം ഇങ്ങേറെ കൂടെ തന്നെ, സിനിമകളെല്ലാം ഇങ്ങേറെ കൂടെ തന്നെ. എന്തോ ചെയ്യും, ഞാൻ തിരിച്ചു പോകാനും വയ്യ. അങ്ങനെ ഞാനൊരു 10 സിനിമ വരെ ഇങ്ങനെ ചീത്ത വിളി ഇതൊക്കെ. പിന്നെ ഞാൻ പഠിച്ചു. ഇങ്ങനെ എന്തെന്ന് വെച്ചാൽ ടേക്കിൽ മാത്രമേ ഈ ഒരു തമാശ പറയുള്ളൂ. റിഹേഴ്സലൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കും. ടേക്കിൽ ഞാനും അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ അങ്ങ് ശരിയായി. ഒരു 220 സിനിമ അഭിനയിച്ചു. അപ്പം ഞാൻ 68 വന്നു, 80 കല്യാണം കഴിഞ്ഞു, 12 വർഷം അഭിനയിച്ചുള്ളൂ. ചേച്ചിയുടെയും ബാസി സാറിന്റെ ഒക്കെ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഇറ്റ്സ് എ സൂപ്പർ ഹിറ്റ്. ശരിക്കും സിനിമ പഴയത് ഒരുപാട് കണ്ടിട്ടുണ്ടോ? കുറച്ചൊക്കെ, ഒത്തിരി ഇല്ല എന്നാലും കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ. ബാസി സാർ അത് ശരിക്കും ഞങ്ങളൊക്കെ ഈ സ്ക്രീനിൽ കണ്ടേക്കുന്നത് സാർ ഭയങ്കര കൊമേഡിയൻ ആയിട്ടാണ്. പക്ഷെ ശരിക്കും അല്ലാതെ സെറ്റിലൊക്കെ ഷൂട്ടിംഗ് അല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ കൂടി ഭയങ്കര സീരിയസ് ആണോ? അല്ലല്ല, ഒരുപാട് തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഒരു 90% സീനുകൾ എഴുതി ഉണ്ടാക്കിയത് ബാസിയേട്ടനെ. അതെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കുറച്ച് ഈ വലിയ സാഹിത്യകാരന്മാരുടെ കഥയും അതൊക്കെ എടുത്തിരുന്നില്ല, അതിൽ കോമഡി ഇല്ലല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു കോമഡി ട്രാക്ക് വേറെ ആയിരിക്കും. അങ്ങനെയാ. അപ്പോൾ പുള്ളി തന്നെയാ. അപ്പോൾ ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്യോ ഇന്ന പോലെ അത് ചിലപ്പം പറയും. അപ്പൊ ചേച്ചി തന്നെ അപ്പൊ തന്നെയാണോ ഡയലോഗ് ഒക്കെ കണ്ടുപിടിക്കുന്നത്? അല്ലല്ല, അത് പുള്ളി തന്നെയാ. ഡയലോഗ് പുള്ളി തന്നെ എഴുതുന്നത്. നമ്മളോട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ സെറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് അതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാർ അവർ പറയും ഇതിലിപ്പോൾ സാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ മീനാമ്മയുണ്ട്, പിന്നെ ബഹദൂർ സാറുണ്ട്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ മീന ചേച്ചി എൻ്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ചേട്ടത്തിയായിരിക്കും, ബഹദൂർക്ക വന്നിട്ട് എൻ്റെ ചേട്ടനായിരിക്കും, അളിയനായിട്ടും ഒക്കെ. അങ്ങനെ നല്ല ഞാനൊരു സിറ്റുവേഷൻ പറയാം. അതായത് ഒരു സിനിമയിൽ മീന ചേച്ചി വന്നിട്ട് എൻ്റെ ചേട്ടത്തിയാണ്, ഞാൻ അനിയത്തിയാണ്, ഞങ്ങൾ രണ്ടൊരു പിന്നെ തയ്യക്കട നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം പുള്ളി പിന്നെ മീന ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പോൾ ഇടയ്ക്ക് തയ്യക്കട വന്ന് വെറുതെ എന്നെ ഇങ്ങനെ മണി അല്ല ബാസിയേട്ടൻ മണി അങ്ങനെ ഞങ്ങളെല്ലാം ഒന്നിച്ചൊരു വീട്ടിലേ താമസിക്കുന്നത്. അങ്ങനെ വളച്ച് ഞാനും ഇങ്ങനെ കൂടെ അങ്ങനെ രണ്ടാമതൊരു ഭാര്യയുടെ കൂട്ടമായിപ്പോൾ. അപ്പം അത് അതിൻ്റെ രസം എന്താ വെച്ചാൽ പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ തലയിലുള്ള ഈ നര മുഴുവൻ അങ്ങ് വിഴുത് കളയും. മീനച്ചേച്ചിയുടെ അടുത്ത് പോകുമ്പോൾ ഈ കറുത്ത മുടിയെല്ലാം അങ്ങ് വിഴുത് കളയും. അപ്പോൾ പുള്ളി വീട്ടിൻ്റെ വാതിലിൽ തിങ്കൾ ചൊവ്വ ബുധൻ ചേട്ടത്തിയുടെ ഭാഗത്തേക്ക്, വ്യാഴം വെള്ളി ശനി അനിയത്തിയുടെ ഭാഗത്തേക്ക്, ഞായറാഴ്ച റെസ്റ്റ്. ചേച്ചി സിനിമയിൽ അല്ലാതെ സാറിന്റെ വിറ്റുകളും എന്നൊക്കെയാ പറഞ്ഞുതരാമോ? തമാശ എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്? തമാശ ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ തമാശകൾ ഇങ്ങനെ പറയും. ഞാനും ജയഭാരതിയും ഒക്കെ കൂടെ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ പറഞ്ഞതുപോലെ മുൻപേ കുറേ ഓട്ടോറിക്ഷ ഇങ്ങനെ പോകുന്നു, അതെല്ലാം ഹൈപ്പോത്തി കയറ്റെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അഭിനയിക്കുന്ന ഒരുപാട് സിനിമ എടുത്ത ഒരാളാണ് ഹരിപോത്തൻ. അപ്പോൾ പറഞ്ഞു, ഇത് കണ്ടോ, ഇത് ഹരിപോത്തനെല്ലാം ഫൈനാൻസ് ചെയ്ത ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, വളരെ സീരിയസ് ആയിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ എന്താ ഞങ്ങൾക്ക് പൈസ തരാത്ത, ഇത്രയും ഫൈനാൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഞങ്ങൾക്ക് എന്താ ഈ പൈസ തരാത്തത്, വലിയ കഷ്ടമായിപ്പോയി, ചെന്നൈ പോയിട്ട് വേണം ചോദിക്കാൻ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ചോദിക്കണ്ട കേട്ടോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞത്. പോയി കാച്ചിൻ്റെ ഒരു വെപ്രാളത്തിലെ ചോദിച്ചു പോയാൽ അതൊക്കെ നിമിഷം കൊണ്ടാണ്.
എന്താ അല്ലേ? ഭയങ്കര സത്യം പറയാൻ ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യരാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ചേച്ചി ഒരു നായികയാകാമായിരുന്നില്ലേ, ആകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അഭിനയിച്ച്. ഞാൻ പറഞ്ഞു, നായികയായിരുന്നെങ്കിൽ ഒരു 3-4 പടം കഴിയുമ്പോൾ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വന്നേര്, പടം ഓടിയില്ല എന്ത് ചെയ്യും. ഇതാകുമ്പോൾ നമ്മളെല്ലാ പടത്തിൽ കുറേ സിനിമകൾ അഭിനയിക്കാൻ പറ്റി. അതന്നെയല്ല, നമ്മൾ ഈ കരുവറ്റായി ജനിച്ച ശ്രീലത എന്നൊരു നടിയെ എവിടെ മലയാളികളുണ്ടെങ്കിലും എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് വലിയൊരു കാര്യമല്ലേ. ഞാനന്ന് ആ കോമഡി അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 12 വർഷം കൊണ്ട് 220 സിനിമ അഭിനയിക്കാൻ പറ്റിയത്. ഒരു വർഷത്തെ ഞങ്ങൾ 30 സിനിമ വരെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറയുമായിരുന്നു, ഒരു ശങ്കരാടി ചേട്ടന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളെയോ അല്ലെ ഒരു അമ്മാവനായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. സത്യം. ഇപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു കാർന്നോര്, അതെ, ആരെയും കാണാൻ. പക്ഷെ ഇവർ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആരും ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ ഉണ്ട്, പക്ഷേ അവർക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കൊടുക്കുന്നില്ല. സത്യമായി. പിന്നെ എങ്ങനെയാ ബിജു മേനോൻ അത് അല്പം തമാശയും പരിപാടിയൊക്കെ പറഞ്ഞ് എന്ത് നന്നായിട്ട് അഭിനയിക്കുന്നു. കോമഡി നന്നായിട്ട് അഭിനയിക്കുന്നു, നന്നായിട്ട് ചെയ്യും. ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് എന്നാ പറയുന്നത്, ലേബിൾ വിട്ടേക്കുക, വേറെ ഒന്നും ചെയ്യാൻ. ഞാനാണെങ്കിൽ ഒരു 10-200 സിനിമയിൽ ഈ കോമഡി ഇങ്ങനെ അഭിനയിച്ച് കൊടുക്കുക എനിക്ക് മതിയായി. അപ്പോൾ കല്യാണം വന്നപ്പോൾ ഞാൻ എല്ലാം അടച്ചു വെച്ചു. ഓ കഴിഞ്ഞു, പിന്നല്ലാതെ ഇപ്പോൾ സീരിയലിലോട്ട് വന്നപ്പം ഞാനൊരു നെഗറ്റീവായി. ഓ എൻ്റെ ദൈവമേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് പീഡനമാണ് ജോലി. ഓ പീഡിപ്പിച്ച് എൻ്റെ ഈശ്വര എന്ത് ചെയ്യും. അതെ, പീഡിപ്പിക്കല. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ, നമ്മുടെ ശബ്ദം കുറച്ച് ഒരു ഘന ശബ്ദമായതുകൊണ്ട് ഈ ഒരുത്തനെ എട്ടാന്ന് വിളിച്ചാൽ അവിടെ നിൽക്കും. അപ്പം എനിക്ക് ഫീൽഡിലൊക്കെ വന്നപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിപ്പിയും അവരൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. ചേച്ചി ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും കൂടെ നിന്ന്? മീന ചേച്ചി എൻ്റെ നാട്ടുകാരിയാണ്. പക്ഷെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ അവർ വന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എന്നെ ഇപ്പം എപ്പോഴും വിളിക്കുകയും ഇവിടുത്തെ ഈ കേരളത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത് ഷീലാമ്മയാണ്. ഷീലാമ്മ തന്നെയാണ്. അതന്ന് പിന്നെ എനിക്ക് പിന്നെ വിജയശ്രീ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. മരിച്ചു പോയല്ലോ പെട്ടെന്ന്. ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ചേച്ചി ഇപ്പം ചേച്ചിക്ക് അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ഹോബീസ്, അതായത് ഇപ്പം സ്പോർട്സ് ഒക്കെ ഉണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും? എനിക്ക് മനസ്സിലായി എവിടെയാണ് വരുന്നത്, എനിക്കത് മനസ്സിലായി. അത് ഷീലാമ്മ അനുകരിക്കും. ഷീലാമ്മ അനുകരിക്കുക എന്ന് വെച്ചാൽ അത് ഒരു ദിവസം സിനിമ, പിന്നെ ഒരുപാട് സിനിമകൾ അവരോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അവരുടെ മാനറിസംസ് നമുക്കറിയാം. ഒന്ന് പറയാമോ ചേച്ചി? അപ്പം ഇങ്ങനെ ഒരു ദിവസം ടി വിയിൽ ഇങ്ങനെ മനസ്സിലക്കരയാണെന്ന് തോന്നുന്നു ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനൊന്ന് പറഞ്ഞു നോക്കി. അപ്പം എനിക്ക് ശരിയല്ല. എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ ഇത് അവരുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന്. എന്നാ ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നേ, ഞങ്ങൾ എത്ര പേരെ കണ്ടോണ്ടിരിക്കുന്നത്. മനസ്സിനക്കരെ കണ്ടോ? കണ്ടു. ഞാൻ പറയാം, ഇവര് ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമല്ലോ, ജയറാം അവിടെ കൊണ്ട് നിർത്തി, ത്രേസ്യ ചേട്ടത്തേക്ക് ഈ പള്ളി ഓർമ്മയുണ്ടോ? അപ്പോൾ അവർ പറയും, ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും, ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഞാനിപ്പോൾ പിന്നെ ബാലേന്ദ്രന്റെ സിനിമ ഇപ്പോൾ അഭിനയിച്ചു. എൻ്റെ ഗുരുവാ. അപ്പോൾ അഭിനയിച്ചപ്പോൾ എനിക്ക് ഈ പുള്ളി എന്ത് പറഞ്ഞാലുമേ ഒരവസാനം ഒരു ഇത് പറയും, എനിക്ക് തൃപ്തിയായി പറയാറില്ലേ? അതെ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി അങ്ങനെ പറയുന്ന ഒരു ഡയലോഗ്, ഏതോ ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, പിന്നെ ഏപ്രിൽ 18 അതിലാണെന്ന് തോന്നുന്നു, ശോഭനയുടെ പറഞ്ഞു. ഇങ്ങനെ പറയാം, ഓട്ടാ 1 കിലോ തക്കാളിക്ക് 50 രൂപ എങ്ങനെ ജീവിക്കും? കാണിച്ചു പറഞ്ഞേ, നിങ്ങൾ കൊള്ളാമല്ലോ. അസലായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിനിമയിലൊക്കെ ചേച്ചി ബാസി സാറുമായിട്ടൊക്കെ ഒത്തിരി ചെയ്തല്ലോ. സീരിയലിലേക്ക് വരുന്നത് ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടാണോ അതതിന് മുന്നേ? കല്യാണം കഴിഞ്ഞു, ഇവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ ഹസ്ബൻഡ് സുഖമില്ലാതായി. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കണം,
അപ്പോൾ നീ നല്ല സീരിയലൊക്കെ വന്നാലും നീ അഭിനയിക്കണം. ഞാനതുവരെ കച്ചേരിക്കൊക്കെ പോയിരുന്നു കല്യാണത്തിന് മുമ്പ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിച്ചു, ഒത്തിരി കച്ചേരിക്ക് പോയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയിട്ട് പിന്നെ കംപ്ലീറ്റ് ആയുർവേദത്തിലോട്ടങ്ങ് പോയി. പിന്നെയാണ് സൂലഭയുടെ പിന്നെ സെറ്റിൽ ചെയ്തപ്പം. ചേച്ചി പക്ഷേ കച്ചേരിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ടച്ച് പോവുകയല്ലേ അതിനോടുള്ള? ടച്ച് പോയി എന്നുള്ള, പിന്നെ അത് തിരിച്ചെടുക്കാൻ 1.5 വർഷം എടുത്തു. ചേച്ചി എടുത്തു തിരിച്ചെടുത്തു. ചേച്ചി അന്നേരം ഈ കച്ചേരി വിടേണ്ടി വന്നപ്പോൾ ചേച്ചിക്ക് മനസ്സിലായിട്ട് ഇച്ചിരി വിഷമം തോന്നിയില്ലേ? വിഷമമായിരുന്നു. സിനിമയെക്കാട്ടി വിഷമം നമ്മളെ പാട്ട്, അത് ഇച്ചിരി വിഷമമായിരുന്നു. ചേച്ചി സിനിമയിൽ പാടിയിട്ടില്ല ഇഷ്ടം പോലെ കച്ചേരി പോയിട്ട്? ഞാനൊരു 10-18 സിനിമ പാടിയിട്ടുണ്ട്. അതെന്നാലും നെറ്റ് നോക്കുമ്പോഴാണ് ഞാൻ ഇത്രയും സിനിമയിൽ പാടിയോ. അതന്നെ, അത്രയും സിനിമയിൽ പാടിയിട്ടുണ്ട്. ചേച്ചി ഒന്നും പാടിയേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട പാട്ട് വേണോ? ഓ പിന്നെ ഞങ്ങൾക്ക് എല്ലാം സന്തോഷം. ചേച്ചി പാടും. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്.